കേരള ഡിലൈറ്റ്സ്, ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള. കേരളത്തിന്റെ രുചിയേറിയ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക്. ലോഞ്ചിങ് സൂൺ ഇൻ യൂറോപ്പ്, അയർലൻഡ്, USA ആൻഡ് കാനഡ. ഇന്ന് നമ്മൾ അമേരിക്കയുടെ സതേർഡ് മോസ്റ്റ് ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. യെസ്, മയാമിയിൽ വന്നു കഴിഞ്ഞാൽ മയാമിയുടെ മാപ്പിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് ഇങ്ങനെ പടവലങ്ങ പോലെ തൂങ്ങിക്കിടക്കുന്ന ഒരു സാധനം ഉണ്ടാവും. ആ സ്ഥലമാണ് കീസ് എന്ന് പറയുന്നത്. കീസ് എന്ന് പറഞ്ഞാൽ ദ്വീപുകൾ എന്നാണ്. കീ വെസ്റ്റ് എന്ന് പറയുന്ന അതിന്റെ ഏറ്റവും താഴെ അറ്റത്തുള്ള ഒരു സ്ഥലത്ത് അമേരിക്കയുടെ സതേൺ മോസ്റ്റ് പോയിന്റ് ഉണ്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് കടൽ മാർഗം 150 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്യൂബ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് എത്തും. അപ്പൊ ക്യൂബയ്ക്ക് ഏറ്റവും അടുത്തുള്ള അമേരിക്കയുടെ നാഷണൽ ഹൈവേ 1 ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അമേരിക്കയുടെ ഏറ്റവും സതേൺ മോസ്റ്റ് ഭാഗമായിട്ടുള്ള ആ കീസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡ്രൈവാണ്. 250 കിലോമീറ്റർ ദൂരമുണ്ട് മയാമിയിൽ നിന്നും ഈ കീ വെസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഈ കാണുന്ന അപ്പുറവും ഇപ്പുറവും കടലായിട്ട് കടലിന്റെ നടുവിലൂടെ റോഡ് മാത്രമായിട്ട് പോലും കിടക്കുന്ന ഈ ഒരു സ്ഥലം, റോഡും 10-12 കിലോമീറ്റർ നീളമുള്ള പാലങ്ങളും ഒരു ഗംഭീര സീനിക് ഡ്രൈവും വളരെ വ്യത്യസ്തമായ കാഴ്ചകളും ഒക്കെ ആയിട്ടുള്ള ഒരു കിടിലം വീഡിയോ അതാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ വെൽക്കം ടു മയാമി. ഡെന്നീസ് ഡൈനർ എന്ന് പറഞ്ഞ ഒരു കടയിൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറുകയാണ്. ഡെന്നീസ് ഡൈനർ. ഓ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഇത് തുറന്നിട്ടുണ്ടല്ലോ അല്ലേ? 24 hours ഓപ്പൺ ആയിട്ടുള്ള ഇവിടുത്തെ ഒരു ഷോപ്പാണ്. ഇവിടെ നമ്മൾ വന്നിട്ട് ഓർഡർ ചെയ്ത് സാധനം വാങ്ങിച്ചാൽ അവിടെ നമ്മൾ വരുന്നത് കഴിക്കണം, അങ്ങനെയാണോ? അല്ല, അവർ കൊണ്ടുതരും. വി ഗോ ആൻഡ് സിറ്റ് സംവെയർ. ഈ ഡെന്നീസ് എന്ന് പറയുന്നത് ഇവിടുത്തെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ചെയിൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റേക്സ്, പിന്നെ ഇവിടുത്തെ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ പാൻ കേക്ക്സ് ഉണ്ട്, പിന്നെ ഓംലെറ്റ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓംലെറ്റ്സ് കിട്ടും. ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രൈസും ബർഗേഴ്സും, ബർഗർ തന്നെ ചെറുതും വലുതും അങ്ങനെ പല പല ടൈപ്പ്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് കിട്ടുന്ന കുറേ സ്റ്റേക്സ്. ഡിന്നർ എന്ന് പറയുന്നത് 24 hours ഓപ്പൺ ആയിരിക്കുന്ന ഇവരുടെ ഒരു പല സ്ഥലത്തും ഉള്ള, അല്ലേ, കുറേ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഉള്ള ഒരു സാധനമാണിത്. ഒരു ചെയിൻ ഓഫ് റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ വന്നിരിക്കുന്നത്, ഡെന്നീസ് ഡൈനർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ടീ ബോൺ സ്റ്റേക്ക് ആണ്. ടീ ബോൺ സ്റ്റേക്ക് മീഡിയം റെയർ പ്രിപ്പറേഷൻ, പിന്നെ ഫ്രൈഡ് എഗ്. പിന്നെ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊട്ടറ്റോ അല്ലേ, ബേസിക്കലി മാഷ് പൊട്ടറ്റോ പോലെ ഒന്നുമല്ല, പക്ഷേ ഇതിങ്ങനെ ഹാഷ് അങ്ങനെയും പറയാൻ പറ്റില്ല. ഇതിങ്ങനെ ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ പൊട്ടറ്റോ അതിങ്ങനെ കുറച്ച് കരിച്ച് മേളിൽ വെച്ചിട്ടുണ്ട്. അതൊരു ഓംലെറ്റ്, പിന്നെ ബ്രെഡ്, ഫ്രൂട്ട്സ്, അടിപൊളി. അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡിലൂടെ ഞങ്ങൾ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കീ വെസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പൊ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ദ്വീപുകളിലേക്ക് കടന്നായിരിക്കും നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് ശരിക്കും ലിറ്ററലി ചതുപ്പ് സ്ഥലമാണ്. ആ ചതുപ്പ് സ്ഥലമെല്ലാം കണ്ടൽ കാടുകളാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതാനും കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ ചതുപ്പ് സ്ഥലവും കണ്ടൽ കാടും എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിനി പാലങ്ങൾ തുടങ്ങും. അപ്പോൾ ഇവിടുന്ന് പാലം തുടങ്ങി. അങ്ങനെ നമ്മുടെ ഈ കീസിലേക്കുള്ള അല്ലെങ്കിൽ കീ വെസ്റ്റിലേക്കുള്ള യാത്രയുടെ ആദ്യത്തെ പാലമാണ് ഈ പൊങ്ങി നിൽക്കുന്നത്. ഈ പാലത്തിൻ്റെ മേളിൽ കൂടെ എനിക്കൊന്നും ഇതിനകത്ത് അടിയിൽ കൂടെ ബോട്ടൊക്കെ പോകുന്നതിന് വേണ്ടിയായിരിക്കും ഇത് ഇത്രയും പൊക്കി പണിതിരിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കിനും ആ പാലം അത്രയും പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നത്തില്ല. പക്ഷെ ദൂരെ നോക്കുമ്പോഴത്തേക്കിനും വളരെ ഉയരത്തിൽ ഇങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. സോ ഇത്രയും നേരം നമുക്ക് അവിടെ കണ്ടൽ കാടുകളായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്കിനും ഇപ്പോൾ ഇവിടെ നമ്മുടെ വേമ്പനാട് കായൽ പോലെ ഇങ്ങനെ നിൽക്കുന്ന സ്ഥലമാണ് കാണാൻ സാധിക്കുന്നത്. കേട്ടോ, ഇതാണ് ബേസിക്കലി ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതിങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ആ ഒരു കണ്ടൽ കാടുകളും ബാക്കിയുള്ള ശരിക്കും ഇത് കടലല്ലേ, ബേസിക്കലി കടൽ ഇങ്ങനെ കയറി കിടക്കുന്നതാണ്. ദ്വീപുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇനി അങ്ങോട്ട് നമുക്ക് ആളുകളുള്ള ദ്വീപുകളിലേക്ക് നമ്മൾ എത്തും. ലോകത്തില് ക്രോക്കഡൈൽസും അലിഗേറ്റേഴ്സും ഒരുപോലെ കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ എവർഗ്ലൈഡ്സ് ഇവിടെ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് പുള്ളിയെ ഞാൻ കാര്യമായിട്ടൊന്നും പരിചയപ്പെട്ടില്ല. ഞാനിപ്പോഴാണ് പരിചയപ്പെട്ട് വരുന്നത്. അതാണ് കാര്യമായിട്ട് ഇതുവരെ പരിചയപ്പെടുത്തായിരുന്നത്. അലക്സ്, ഞാൻ എന്നെ തന്നെ അലക്സ് അച്ചായൻ എന്നായിരിക്കും വിളിക്കുന്നത്, അല്ലേ? അങ്ങനല്ലേ? ഞാൻ അലക്സ് ജഷ, ഞാൻ എന്നെ തന്നെ അലക്സ് അച്ചായൻ എന്ന് വിളിക്കും. അപ്പോൾ അലക്സ് ഇവിടെ കുറച്ച് ബിസിനസ്സും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരാളാണ്. കഴിഞ്ഞ 10-20 വർഷമായിട്ട് അമേരിക്കയിലാണ്. പിന്നെ ഭാര്യ ചേർത്തല സ്വദേശിയാണ്, നമ്മൾ കണ്ടു ഇന്നലെ. അപ്പോൾ ഇവരെല്ലാവരും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അമേരിക്കയിൽ ആണ്. പിന്നെ അലക്സിന്റെ ട്വിൻസ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കീ വെസ്റ്റിലാണോ പോയി താമസിക്കാൻ പോകുന്നത്? കീ വെസ്റ്റ് ഒരു 30 മൈൽ ഇപ്പുറത്തായിട്ട് പോയി താമസിക്കും. ഓക്കെ, അപ്പൊ ഈ കീ വെസ്റ്റിലേക്കുള്ള ഒരു ഡ്രൈവ് ആണ് ഏറ്റവും വലിയ ഒരു സംഭവം. കീ വെസ്റ്റിൽ ഒത്തിരി സംഭവങ്ങളുണ്ട്, അത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് കീ വെസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആളുകൾ പോകുന്നത് ഇതൊരു റിസോർട്ട് പ്ലേസ് ആണ്.
പിന്നെ ഡൈവ് ചെയ്യുക, സ്നോർക്കിൾ ചെയ്യുക, പിന്നെ വാട്ടർ ആക്ടിവിറ്റീസ്, സീ ആക്ടിവിറ്റീസ്, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യാം. അതിനുവേണ്ടിയാണ് കീ വെസ്റ്റിലേക്ക് പോകുന്നത്. ഞങ്ങളൊരു ഡ്രോൺ പറത്താൻ വേണ്ടി പുറത്തിറങ്ങിയതാ. കൊതുക് അടിച്ചിട്ട് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ കൊതുക്, ഒരു രക്ഷയില്ലാത്ത കൊതുക്. അമേരിക്കയിലും കൊതുകുകളുണ്ട് കേസ്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നാൽ പിന്നെ കൊതുകില്ലാണ്ടിരിക്കുമോ? ഇവിടെ ബേസിക്കലി എന്താ സംഭവം എന്നറിയാമോ? ഇവിടെ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, അതായത് ഇതേപോലെ തന്നെ ഫുൾ ചതുപ്പ് നിലമാണ്. ആ ചതുപ്പ് നിലത്തിൽ കംപ്ലീറ്റ് ഇങ്ങനെ മാൻഗ്രൂവ്സ് ഉണ്ടായി നിൽക്കുകയാണ്. അതാണ് സംഭവം. അപ്പോൾ ഈ മാൻഗ്രൂവ്സിൻ്റെ നടുവിലൂടെ ഈ ഐലൻഡ്സ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡ്, അങ്ങ് ദൂരെ നമുക്ക് കടലും കാണാൻ പറ്റും. അതാണ് ബേസിക്കലി സംഭവം. നമ്മളിപ്പോൾ ഈ പോകുന്ന ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഈ റോഡുണ്ടല്ലോ, ഈ റോഡ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡ്രോൺ വിഷ്വൽ കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി അതിലുപരിയായിട്ട് ഞാൻ സിമ്പിളായിട്ട് മാപ്പ് വഴി കാണിച്ചു തരാം. അതായത് ഈ കാണുന്ന സ്ഥലം കണ്ടോ, അതായത് ഇതിങ്ങനെയാണ് പോകുന്നത്. അതായത് ഈ റോഡ് മാത്രമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ അങ്ങേ അറ്റം വരെ, അതായത് കീ വെസ്റ്റ് വരെ ശരിക്കും ഈ റോഡിനോടനുബന്ധിച്ചുള്ള കുറച്ച് ലാൻഡ് അത്രേ ഉള്ളൂ. ഈ കാണുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ ലാൻഡ്. പിന്നെ ബാക്കിയുള്ളത് മൊത്തം പാലങ്ങളാണ്. പിന്നെ ഇടയ്ക്ക് ഇതേപോലെ ഐലൻഡ് വരും. ആ ഐലൻഡിനോട് കണക്ട് ചെയ്ത് 10-15 കിലോമീറ്റർ വരുന്ന പാലങ്ങളുണ്ട് ചിലത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു ഐലൻഡ്സ് വരും. അല്ലാതെ ഈ പറഞ്ഞ പോലെ വലിയ സംഭവങ്ങളൊന്നുമില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ ലിറ്ററലി ഇതിൻ്റെ അപ്പുറം കടലാണ്. ആ കടലിന് നടുക്കിലുള്ള ഒരു ചെറിയൊരു സ്ഥലത്ത് മാത്രമാണ് ഈ ഐലൻഡ് പോലത്തെ ഈ ഒരു സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടി പോകുമ്പോൾ എങ്ങനെയാണോ റോഡ് പോകുന്നത് അപ്പുറം കടലായിട്ട് അതേപോലെയാണിത്. നമ്മൾ അങ്ങനെ ഒരു ബോട്ട് വാങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെ നമ്മൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ അമേരിക്ക വന്നിട്ട് ഒരു ബോട്ടും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബോട്ട് ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ധാരാളം ബോട്ട് വിൽക്കുന്ന കടകൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള പല റേഞ്ചിലുള്ള ബോട്ടുകൾ നമുക്ക് ഇവിടെ നിന്നും വാങ്ങിക്കാം. അതാണ് ഇതിന്റെ പ്രത്യേകത. അങ്ങനെ ബോട്ട് ഷോറൂം അല്ലേ, ബോട്ട് ഷോറൂമിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മളെ ലോകത്ത് പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ബൈക്ക് ഷോറൂം, കാർ ഷോറൂം, പിന്നെ ട്രാക്ടറിന്റെ ഷോറൂം, ട്രക്ക് ഷോറൂം, ബസ് ഷോറൂം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ബോട്ട് വിൽക്കുന്ന ബോട്ട് ഷോറൂം കാണാൻ സാധിക്കും. അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പല വലിപ്പത്തിൽ പല രീതിയിലുള്ള ബോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇത്തരത്തിൽ ഈ കണ്ട ഒരു ട്രേ ഉണ്ടോ, ഈ ട്രേ അല്ലല്ലോ എന്തിനു പറയുന്ന ഒരു ട്രാക്ക് പോലത്തെ ഒരു സാധനം, അതിൻ്റെ ആ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ് ഈ ബോട്ടുകളെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡിലൂടെ നമ്മുടെ ട്രക്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇത് റോഡിലൂടെ വലിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ നിന്ന് വലിച്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ മേളിൽ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഏതാണോ ബോട്ട് നമ്മൾ വാങ്ങിക്കുന്നത് ആ ബോട്ടിലേക്ക് കയറി കാണുന്നതിന് വേണ്ടിയുള്ള കോണിപ്പടി ഇവിടെയുണ്ട്. ഇത് നമ്മൾ ബോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇറക്കി നേരെ ഈ കാണുന്ന സ്ഥലത്തൂടെ നമുക്ക് ഇവിടെ വെള്ളത്തിലേക്ക് ഇറക്കി അവിടെ നിന്ന് ഓടിച്ച് കടലിലേക്ക് നമുക്ക് കൊണ്ടുപോയിട്ട് പിന്നെ എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം. കടലിലോ കായലിലോ എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് ഇവിടെയുണ്ട്. അച്ചായ നമുക്ക് പോയിട്ടേ നമുക്ക് ബോട്ടിനൊക്കെ എന്നാ വില എന്ന് ചോദിക്കാം. കുഴപ്പമില്ലല്ലോ, നമ്മളെ കണ്ടാ ബോട്ട് വാങ്ങിക്കാൻ വന്നവരാന്ന് പറയുമോ? നിങ്ങളുടെ മാലയിലാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അമേരിക്കക്ക് വില പറയും. നിങ്ങളുടെ മാലയിലാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങളുടെ കഴുത്തെ കിടക്കുന്ന മാല കണ്ടിട്ട് അവൻ വീഴണം, നാല് ബോട്ടിൻ്റെ ആൾക്കാർ വീഴണം. അതാണ് സംഭവം. ഇത് കണ്ടില്ലേ, നോക്കിയേ 4 അതെ 450ന്റെ 4 എഞ്ചിനാണ് ഇരിക്കുന്നത്. നോക്കിയേ, നിങ്ങളുടെ ബോട്ട് എവിടെ കിടക്കുന്നു? അവിടെ സൗത്ത് വെസ്റ്റ്. ഞാൻ സിറ്റിയുമായിട്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട് അവിടെ പാർക്ക് ചെയ്തപ്പോഴേ. ഇവിടെ 2 ബോട്ടുണ്ട്. അപ്പൊ ഒരെണ്ണം പുറകിലും ചെറുത് പുറകിലും വലുത് ഫ്രണ്ടിലും ഉണ്ട്. അപ്പൊ അതിന്റെ ഫ്രണ്ട് വശം ഇതിന്റെയൊക്കെ വലിപ്പം നോക്കിയേ, രീതി പാർക്ക് ചെയ്തുകൊണ്ട് നമ്മളെ ഇത് ഫൈൻ അടിച്ചു. ഓക്കെ, ഈ ബോട്ടൊക്കെ നോക്കി ഇതിന്റെയൊക്കെ വലിപ്പം നോക്കി. ഇത് കാറ്റമറൻ സ്റ്റൈലാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിനകത്തൂടെ നടന്ന് വേണമെങ്കിൽ പോവാം, അത്രയും വലിപ്പമുണ്ട് ഇതിന്റെ. ഇതൊക്കെ മറ്റേ ഓപ്പൺ ഇത് ബേസിക്കലി ഇവിടെ ചെറിയ ബോട്ട് മുതൽ അത്യാവശ്യം വലിയ ഈ ആട്ട് പോലെയുള്ള വലിപ്പത്തിലുള്ള ബോട്ടുകൾ വരെ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ഫിഷിംഗ് ബോട്ടാണ്, ഫിഷിങ്ങിന് പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ
സെയിൽ ബോട്ടുകൾ ഉണ്ടോ, അങ്ങനെയുള്ള പല പല പരിപാടികളൊക്കെയാണ്. അതുകൊണ്ട് ഇതൊക്കെ കണ്ട് ഇതിൽ പലതും ഫിഷിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന ബോട്ടുകളൊക്കെയാണ്. കണ്ടില്ലേ, ഇതൊക്കെ ഇവിടുത്തെ ഫിഷിംഗ് ബോട്ടുകളാണ്. ഇതിനകത്ത് ഫിഷിംഗ് ബോട്ടുകളിൽ ഈ ചൂണ്ട പിടിപ്പിക്കാനുള്ള സിസ്റ്റവും ബാക്കിയുള്ള പരിപാടികളും അങ്ങനത്തെ പല സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ഇത് കണ്ടില്ലേ നോക്കി, ഇതൊക്കെ മീൻ പിടിക്കാൻ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഈ ഡീപ് സീ ഫിഷിങ്ങിനും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുന്ന ബോട്ടുകളാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. യമഹയുടെ എൻജിൻ, അത് തന്നെ പല വേരിയൻറ്റിലുള്ള എൻജിൻ. ഇത് 300 4.2 ലിറ്റർ V6 എൻജിൻ, 2 എണ്ണം പിടിപ്പിച്ചിരിക്കുന്ന ബോട്ട്, പിന്നെ ഒരെണ്ണം പിടിപ്പിച്ചിരിക്കുന്ന ബോട്ട്. ഇതൊക്കെ നമുക്ക് വലിപ്പവും അതേപോലെ തന്നെ പവറും ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സെറ്റപ്പ് ആക്കി നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ¿Tiene persona allá? ¿Tiene persona allá? Sí, adentro, en la oficina. Sí, Ahí ok. están los vendedores. ¿A la derecha o izquierda? ഇയാൾ എന്ത് ചെയ്യുവാണ്? Sí, aquí a la izquierda, റിപ്പയർ ചെയ്യുവാണ് കേട്ടോ അവിടെ. a la derecha. Oh. ¿Ok? Are you fixing this or you are doing something? Este que no es piqui. You speak Spanish. Okay. ¿Trabajar de este nuevo o viejo? No, este es usado. Oh, Este bote es usado. Hay que hacer un servicio. okay. Un servicio. Servicing. Okay. Thank you. Aproveche. Yeah. ഇവിടെ സ്പാനിഷാണ് കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത്. ഇതേപോലെയായിരുന്നു ഞാൻ ബോസ്റ്റണിൽ പോയ സമയത്ത്. ബോസ്റ്റണിൽ പോയപ്പോൾ അവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറിയിട്ട് എനിക്ക് ആൾക്കാർ ഏത് ഭാഷ സംസാരിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ലായിരുന്നു. ഇംഗ്ലീഷ് പോലും അറിയാത്ത ആൾക്കാരുണ്ടായിരുന്നു. ടിക്കറ്റ് ലിങ്ക്സ് വാങ്ങിക്കാൻ ചെന്നിട്ട് 45 മിനിറ്റ് വെയിറ്റ് ചെയ്ത്. അതിനാ ഇംഗ്ലീഷ് അറിയത്തില്ല. ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർ അമേരിക്കയിലുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ബ്രോ. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എന്നോട് മനസ്സിലായത്. പറയുവാണ്, ഞാൻ പറഞ്ഞത് അമേരിക്കയിൽ ഇംഗ്ലീഷ് പറയണ്ടല്ലോ. എന്നോട് പറയാ അമേരിക്ക വേറെ, മയാമി വേറെ. അത് ശരി. മയാമിയിൽ കൂടുതൽ സ്പാനിഷ് ആൾക്കാരാ അല്ലേ? ക്യൂബൻസ് ഇഷ്ടം പോലെ ഉണ്ട്, സ്പാനിഷ് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. ഇവിടെ ബോട്ട് കിടക്കുന്നുണ്ടോ എനിക്ക്? ഇതെന്താണ് ഫോർക്ക് ലിഫ്റ്റ്? ഇത് ബോട്ട് പൊക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഫോർക്ക് ലിഫ്റ്റ് ആണോ? ദൈവമേ, എന്നൊക്കെ പരിപാടിയാന്ന് നോക്കി. കേട്ടില്ലേ, ബോട്ടൊക്കെ പൊക്കിയെടുത്ത് മേളിൽ കയറ്റാൻ. അല്ല, ബോട്ട് പൊക്കിയെടുക്കാനായിരിക്കത്തില്ല ബ്രോ, വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പൊക്കിയെടുത്ത് ബോട്ട് വയ്ക്കാനുള്ള ഫോർക്ക് ലിഫ്റ്റ് ആയിരിക്കും. പിന്നെ ബോട്ട് പൊക്കിയെടുക്കുമോ? അത് ശരി, നൈസ്. എനിക്ക് ട്രക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ബോട്ട് കിട്ടിയില്ലെങ്കിൽ ട്രക്കാണെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കേട്ടോ. നമുക്ക് എന്താ വാങ്ങുന്നത്? ബോട്ട് വാങ്ങണോ ട്രക്ക് വാങ്ങണോ? നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം. വാ, നമുക്ക് ആദ്യം പോയി വില ചോദിക്കാം. ആരാ അതിൻ്റെ ഓണർ? മുതലാളി എവിടെ ചോദിക്കും. മുതലാളി എവിടെ? ലെറ്റ്സ് ഗോ. സെയിൽസ് സെൻറ്റർ. ഇത് എവിടെയാണ് സെയിൽസ് സെൻറ്റർ? പക്ഷേ ഇത് എന്ത് വണ്ടിയാടെ ഇത്? സൂപ്പർ ട്രക്ക് എന്നും പറഞ്ഞുകൊണ്ട് എന്തോ ഹൈറ്റാന്ന് ചോദിക്കുക അതിനൊക്കെ. നമുക്ക് ഇതിൻ്റെ സെയിൽസ് സെൻറ്ററിലേക്ക് പോയിട്ട് ലെറ്റ്സ് ഗോ ആൻഡ് സീ. ഇത് വമ്പ സെറ്റപ്പാണല്ലോ. സെയിൽസ് സെൻറ്റർ എന്ന് പറയുന്നത് ബോട്ട് വിൽക്കുന്ന ബോട്ട് ഷോറൂമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൻ്റെ ബ്രോഷറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത്. ഹായ്. Hey brother, how's it going? Oh, just looking. Like you guys only sell the new ones or used ones as well? Yeah, we sell new and used. Oh, okay. So how about you guys? Are there any cruisers or just fishing? So we don't have any cruisers physically on the lot, but we do sell a brand. Have you ever heard of Nimbus? Yeah. Yeah, so we sell those as well. Oh, okay. വിലയൊക്കെ ചോദിക്കണേ, എല്ലാം സെറ്റാക്കണം. സെയിൽസിൻ്റെ ആളെ കൊണ്ടുവരാമെന്നല്ലേ പുള്ളി പറഞ്ഞത്. ഇപ്പം സെയിൽസിൻ്റെ ആളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇവിടെ കുറേ മാഗസിനൊക്കെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് കുറേ ടൈപ്പ് ഡിഫറെൻറ്റ് ബോട്ട്, പിന്നെ അതേപോലെ തന്നെ ബോട്ടിങ് ആൻഡ് യോട്ടിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പണക്കാരുടെ ഒരു എന്താ പറയുക, ഒരു പ്രധാന വിനോദമാണല്ലേ കുന്തളിപ്പ്. അത് ഇച്ചിരി പച്ചക്കായിപ്പോയി വിനോദം, അങ്ങനെ പറഞ്ഞാൽ മതി അല്ലേ? That's Melanie. She'll help you out. If you can, just put your name, your phone number. ചൂണ്ട ഇരിക്കുന്നുണ്ടല്ലോ ഇവിടെ. ചൂണ്ടൊക്കെ വിൽക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിൽ. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചൂണ്ട. ഈ ചൂണ്ടയ്ക്കൊക്കെ $800 ഒരു ചൂണ്ടയ്ക്ക്. $800, $1000 ആ റേഞ്ചിലൊക്കെയാണ് ഈ ചൂണ്ടയുടെ വില. PBM ആപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ പ്ലാന്റേഷൻ ബോട്ട് മാർട്ട്, അതായത് ബോട്ട് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കിയിട്ട് വരാമെന്ന് പറ. എനിക്ക് ഈ ഫോർഡിൻ്റെ വണ്ടി എൻ്റെ നെഞ്ചിൻ്റെ അത്രയുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് എന്നെക്കാട്ടി ഹൈറ്റ് ഉണ്ട് ഇതിന്. ഇത് 650 എന്ന് പറഞ്ഞൊരു സാധനമാണ്. എന്തോ ഹൈറ്റാന്ന് നോക്കി ഇതിന്. പക്ഷേ എൻ്റെ പൊന്നെ, ഇതിൽ കയറണം എന്നുണ്ടെങ്കിൽ പോലും ഇതിങ്ങനെ ചവിട്ടി എൻ്റെ ഇത്ര കൈയുടെ ഉയരമുണ്ട് അതിൻ്റെ ഡോറ്. അസാധ്യ ട്രക്കാണ്. നമ്മൾ വന്നപ്പോഴത്തേക്കിനും നമുക്ക് ഒരു 1-2 ബോട്ടൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് ബോട്ട് ഇവിടെ ഇല്ല. അതായത് നമ്മൾ പാസഞ്ചർ ടൈപ്പ് ഓഫ് ബോട്ടാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ കംപ്ലീറ്റ് എല്ലാം ഫിഷിംഗ് ബോട്ടുകളാണുള്ളത് ഈ കടയിൽ, ഈ ഒരു കടയല്ല, ഈ ഒരു സ്ഥലത്ത്. സോ അത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് നമ്മൾ. നോക്കുക പരിപാടി, വെറുതെ സമയം പോക്ക്, നേരം പോക്ക്. $2.5 ലക്ഷം ആ ബോട്ടിന്. അത് മറ്റേ ഫിഷിംഗ് ബോട്ടല്ലേ അല്ലേ?
ഇതെങ്ങനെ ഒരു എന്തൊക്കെ സാധനങ്ങളാന്ന് നോക്കിയ ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഫിഷിങ്ങിന് പോകുന്നവരായിരിക്കില്ലല്ലോ ഇത്രയും പൈസ കൊടുത്ത് ഫിഷിങ്ങിന് മീൻ പിടിച്ചൊന്നും വിൽക്കാൻ വേണ്ടി പോകുന്നല്ലോ. ഇത് ഈ കോടീശന്മാര് അവന്മാര് ഈ പറഞ്ഞ പോലെ കാശുള്ള ആൾക്കാർ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കുത്തെളുപ്പിന് വേണ്ടി അല്ലേ, അതിന്റെ പരിപാടികളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തോന്നടേ ഇത്, അതൊക്കെ നമ്മുടെ നാട്ടില് നല്ല ഒരു ബോട്ട് എടുത്ത് നല്ല ബോട്ട് സെറ്റാക്കി 2 എഞ്ചിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫിഷിംഗ് ബോട്ടായി. അയ്യോ, കോടികളൊന്നും വേണ്ട, ലക്ഷങ്ങൾ മതി. എന്റെ അമ്മി വാങ്ങിച്ച് സമാധാനമായി. നമുക്കൊരു വെള്ളം വാങ്ങിക്കാം. ബോട്ട് വേണ്ട, അല്ല വെള്ളം വാങ്ങിക്കാം. ഈ സാധനം കണ്ടോ, ഇത് ഫിജി വാട്ടർ എന്ന് പറയും. അതായത് ഇപ്പൊ നമ്മള് ഇവിയൻ വാട്ടർ കണ്ടിട്ടുണ്ട്, പിന്നെ പല ടൈപ്പ് വാട്ടർ വെള്ളം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ടാറ്റയുടെ ഹിമാലയൻ വാട്ടർ ഉണ്ട്. ശരിക്കും അതേപോലെ തന്നെ ഈ ഫിജി എന്ന് പറഞ്ഞ ആ കുഞ്ഞു രാജ്യത്തുനിന്ന് അവര് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് മാർക്കറ്റ് ചെയ്ത് വിടുന്ന ഒരു വെള്ളമാണ് ഫിജി വാട്ടർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ബോട്ടിൽഡ് ആൻഡ് സോഴ്സ്ഡ് ആൻഡ് ബോട്ടിൽഡ് ഇൻ ഫിജി തന്നെ ഉണ്ടാക്കി ഫിജിയിൽ വരുന്ന വെള്ളമാണ്. അപ്പൊ ഇതിന് എക്സ്പയറി ഡേറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് ഈ വെള്ളം ഓരോ സ്ഥലത്ത് നിന്നും ഓരോ സ്ഥലത്തെ വെള്ളം, ഇപ്പൊ ഐസ്ലാൻഡിക് വാട്ടർ എന്നും പറഞ്ഞുകൊണ്ട്, അതായത് അവിടുത്തെ pH വാല്യൂ ഉള്ള വെള്ളം വളരെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് സെല് ചെയ്യുന്നത് വലിയൊരു ബിസിനസ്സാണ്. ഫിജി വാട്ടർ വലിയൊരു ബിസിനസ്സാണ്. എവിയൻ വാട്ടർ വലിയൊരു ബിസിനസ്സാണ്. പിന്നെ ഇപ്പൊ നമ്മുടെ ടാറ്റയുടെ ഹിമാലയൻ വാട്ടറും അതുപോലെ വളരെ ഒരു വലിയൊരു വാട്ടർ ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ വീണ്ടും ആ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും നമുക്കിവിടെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇത്തരത്തിൽ ബോട്ട് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഇത് ഈ കാണുന്നത് സെക്കൻഡ് ഹാൻഡ് ബോട്ടുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് നമുക്കിവിടെ ഈ കാണുന്നത്. അങ്ങനെ ഈ ഒരു വഴി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റോഡിനപ്പുറവും ഇപ്പുറവും കുറച്ച് ഭാഗത്ത് മാത്രം ഒരു ഏരിയ, ബാക്കിയുള്ള ആ ഒരു സ്ഥലം മൊത്തം കടലാണ്. അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു സംഭവം. അതായത് ചില സ്ഥലത്ത് കുറച്ച് വീതിയുണ്ട്, ചില സ്ഥലത്ത് കുറച്ച് വീതി കുറവുണ്ട്, ബാക്കിയുള്ള സ്ഥലത്ത് ഈ പറഞ്ഞ രീതിയിൽ റോഡ് ഇങ്ങനെ പോകും. വളരെ നാരോവായിട്ടുള്ള ആ ഒരു പ്രദേശം. അതിനിടയ്ക്ക് നമുക്ക് ചതുപ്പ് സ്ഥലങ്ങളും പിന്നെ കുറച്ച് കണ്ടൽക്കാടുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ ഇത്തരത്തിലുള്ളൊരു പ്രദേശമായതുകൊണ്ട് തന്നെ ഇതിന് മറ്റേ തിരയോ അങ്ങനത്തെ വലിയ സംഭവങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. വളരെ ഇതുപോലെ കിടക്കുന്ന ഒരു കിടില സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് ബേസിക്കലി നമ്മുടെ ഗൾഫ് ഓഫ് മെക്സിക്കോ, അല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ട്രംപ് പേര് മാറ്റിയ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് മാറ്റിയ ആ ഒരു ഗൾഫ് ഓഫ് മെക്സിക്കോയിലേക്ക് കയറിക്കിടക്കുന്ന, അതായത് അറ്റ്ലാന്റിക് ഓഷ്യനിൽ ഗൾഫ് ഓഫ് മെക്സിക്കോയിലേക്ക് കയറിക്കിടക്കുന്ന ഒരു പ്രദേശമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കീ വെസ്റ്റ് അല്ലെങ്കിൽ കീസ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ആ ഒരു വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇത്രയും നാരോ ആയിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു എയർപോർട്ട് വരെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി വേറെ സംഭവം കാണിച്ചു തരാം. ഇപ്പുറത്ത് നമുക്ക് ഈ ഒരു റോഡിൻ്റെ ലെഫ്റ്റിലായിട്ട് നമുക്ക് ഇവിടെ ഒരു സംഭവം കണ്ടോ. ഇത് എന്നാ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ ബോട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നല്ലേ? അങ്ങനല്ലേ? സ്റ്റോറേജോ അല്ലെ അതിന്റെ സെയിൽസോ കാര്യങ്ങളൊക്കെ ബോട്ട് സ്റ്റോറേജ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ പാവപ്പെട്ട വേദനിക്കുന്ന കോടീശ്വരന്മാർ ഇവിടെ വന്ന് ബോട്ടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അവർ ചിലപ്പം വേറെ എവിടെയെങ്കിലും സാൻ ഫ്രാൻസിസ്കോയിലോ അല്ലെങ്കിൽ അപ്പുറത്ത് ന്യൂയോർക്കിലോ വേറെ ദൂരെ എവിടെയെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. എന്നിട്ട് അവരുടെ ബോട്ട് അവർക്ക് ശരിക്കും അത്രയും ദൂരം ഉപയോഗിച്ചതിന് ശേഷം കൊണ്ടുപോകാനോ മറ്റോ സൗകര്യമില്ലാത്തവരോ ബുദ്ധിമുട്ടുള്ളവരോ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ തന്നെ ഒരു സ്പേസ് ഹയർ ചെയ്തിട്ട് ആ ഒരു സ്പേസിൽ ആ ബോട്ട് അവർ പാർക്ക് ചെയ്യും. അതിന് പാർക്കിംഗ് ഫീ കൊടുക്കും. എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവരിവിടെ വരുമ്പോഴത്തേക്കിനും അവർ ബോട്ട് എടുക്കും. എന്നിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നും അവർ നേരെ പുറത്തിറക്കി അത് എവിടെയാണെന്ന് വെച്ചാൽ സെയിൽ ചെയ്ത് കൊണ്ടുപോയി ഫിഷിങ്ങോ ബാക്കിയുള്ള പരിപാടികളോ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്തിട്ട് തിരിച്ച് വീണ്ടും ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അവർ ചിലപ്പോൾ ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ കാറിലോ ഒക്കെ അവർ കയറിപ്പോവും. അത്തരത്തിലുള്ള ഇതുപോലെയുള്ള ധാരാളം ബോട്ട് സൂക്ഷിക്കുന്ന ബോട്ട് പാർക്കിംഗ് യാർഡുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് നമ്മൾ മൾട്ടി സ്റ്റോറീഡ് കാർ പാർക്കിംഗ് ബിൽഡിങ്ങുകളൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ തന്നെ ഇതൊക്കെ ശരിക്കും മൾട്ടി സ്റ്റോറീഡ് ബോട്ട് പാർക്കിംഗ് ഏരിയ ആണെന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബോട്ട് വിൽപ്പനയ്ക്കുള്ള സ്ഥലവും പിന്നെ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാൻഡ് ബോട്ടുകളും അതേപോലെ തന്നെ പുതിയ ബോട്ടുകളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്.
ഇവിടെ എയർപോർട്ട് റൺവേ പണി നടക്കുക. ഇത് മറ്റേതാക്കാം. ഇവിടെ വിമാനം ഇല്ല ഇപ്പൊ. അപ്പൊ മിക്കവാറും നമുക്ക് ഡ്രോൺ പറത്താൻ പറ്റുമായിരിക്കും. മറ്റേ സാധനം കിടക്കുന്ന കണ്ടോ? ഇത് ആ സാധനം അത് മറ്റേ ഇവരുടെ ഇതല്ലേ, പട്ടാളത്തിന്റെ അല്ലേ? ഓ, അത് ഞാൻ സിനിമയിലാണ് ആ സാധനം കണ്ടിട്ടുള്ളത്. ഞാൻ അത് സിനിമയിലാണ് ഞാൻ ഈ സാധനം നേരിട്ട് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. പണ്ട് ഞാൻ ദുബായിലോ മറ്റോ എവിടെയോ ഒരിക്കൽ ഞാനിത് പറക്കുന്ന കണ്ടിട്ടുണ്ട്, 3-4 ദുബായിലാണോ എവിടെയോ പോയ സമയത്ത്, അബുദാബിയിൽ എങ്ങാണ്ട് വെച്ചിട്ട്. ഓ, ഇത് പൊളിച്ച്. ഇത് ഇവിടുത്തെ മാരത്തൺ എന്ന് പറഞ്ഞ സ്ഥലത്തെ എയർപോർട്ടാണിത്. ഈ ഐലൻഡിന്റെ പേര് മാരത്തൺ എന്നാണ് ഈ ഐലൻഡിന്റെ പേര് എന്ന് പറയും. അപ്പൊ ആ മാരത്തൺ ഇവിടെ ഒരു എയർപോർട്ട് ഉണ്ട്. ഈ എയർപോർട്ട് അവർ റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുത്തനാക്കിക്കൊണ്ടിരിക്കുകയാണ്, റൺവേ ഒക്കെ മാറ്റി. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ചാർജ് വേണം. അപ്പോൾ ഇന്ധനം നിറയ്ക്കണമെങ്കിൽ ചാർജ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ടെസ്ലയുടെ പാർക്കിംഗ് ലോട്ടിൽ ടെസ്ലയുടെ ചാർജിങ് സ്ലോട്ട് ഉണ്ട്, അവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇതാണ് പ്രശ്നം. നമുക്കിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേതാകുമ്പോൾ ഇന്ധനം അടിച്ചിട്ട് പോവാം, പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് ചാർജ് ചെയ്തിട്ട് പോകണം. എന്തായാലും ചാർജ് ചെയ്തിട്ട്, അപ്പൊ ഇവിടെ ചാർജിങ്ങിന്റെ പൈസ കൊടുത്താൽ മതി, വേറെ പാർക്കിംഗ് ഫീ ഒന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതാണ് ടെസ്ലയുടെ ചാർജിങ് സംഭവങ്ങൾ. നമുക്ക് ഇത്തരത്തിലുള്ള മെഷീൻസ്. അപ്പോൾ ഈ മെഷീൻസിൽ നിന്ന് നമുക്ക് ഈ സാധനം എടുത്തിട്ട്, അപ്പോൾ ഇത് വെറുതെ കുത്തിയാൽ മതിയോ? അപ്പോൾ ഇതിനങ്ങനെ റീഡ് ചെയ്യുന്ന വണ്ടിയുടെ ഇതും പേയ്മെൻറ്റും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വണ്ടിക്കകത്തുനിന്ന് അങ്ങനെയാണോ? ശരി, ഫുൾ. അപ്പം നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട, നമ്മൾ എടുത്ത് വെറുതെ ഇത് കുത്തിയാൽ മതി, വേറെ പേയ്മെൻറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട. അടിപൊളി, എനിക്കറിയത്തില്ല കേട്ടോ ആ പരിപാടി. ടെസ്ലയുടെ ആ ഒരു സംഭവം ഇവിടെ വരിക, എടുത്ത് കുത്തുക, നമുക്ക് വേണ്ടത്രയും ഉപയോഗിക്കുക, തിരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. സോ അപ്പോഴത്തേക്കകത്ത് വരും. ഇവിടെ 2 വണ്ടി ഇട്ടിരിക്കുന്നതാണല്ലേ. ദിസ് വെഹിക്കിൾ ഈസ് ഫോർ സെയിൽ. ഒന്നൊരു ഷെവലയുടെ, ഒന്ന് ഫോർഡിൻ്റെയും. ഈ വണ്ടികളൊക്കെ വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുകയാണ്. നമുക്കിത് വേണമെങ്കിൽ വാങ്ങിക്കാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് വിൽപ്പനയ്ക്കാണെന്ന് എനിക്കറിയത്തില്ല. ഇതെന്തായാലും വിൽപ്പനയ്ക്കാണ്. ഇത് എഴുതിയിട്ടുണ്ട് 1998 മോഡൽ, $8,900 എന്നാണ് എഴുതിയിരിക്കുന്നത്. കുറച്ച് പഴയ വണ്ടിയാണെന്നേ ഉള്ളൂ. 8 ലക്ഷം രൂപയുള്ള $9,000 അത്രേ ഉള്ളൂ. വേറെ 8 ലക്ഷം രൂപയ്ക്ക് വണ്ടി കിട്ടും. ഇങ്ങനത്തെ വണ്ടി കൊണ്ട് വേണം ട്രിപ്പ് പോകാനായിട്ട്. ഇത് പുതിയതാണ്, ഇത് കിട്ടൂല. പക്ഷേ ഇത് ക്യാരവനല്ല, ഇത് മറ്റേ പാസഞ്ചർ വാനാണ്. പിന്നെ നമുക്കിവിടെ ബെൻസിൻ്റെ സ്പ്രിൻ്റർ ആണെന്ന് തോന്നുന്നത്, അത് കിടപ്പുണ്ട് ഇവിടെ. പക്ഷെ ഇതൊക്കെ ചുമ്മാ ഇട്ടിരിക്കുന്നതാണ്. മറ്റേ വണ്ടി വിൽപ്പനയ്ക്കാണ് കേസ്. അടിപൊളി. അത് അങ്ങനത്തെ ഒരു ക്യാരവനൊക്കെ എടുത്തിട്ട് വേണം US-ലൊക്കെ ഫുള്ള് കറങ്ങാനായിട്ട്. നമ്മൾ പണ്ടൊന്ന് പ്ലാൻ ചെയ്താ ക്യാരവൻ ട്രിപ്പൊക്കെ ചെയ്യാനായിട്ട്. കുഴപ്പമില്ല, നമുക്ക് ഒരെണ്ണം വാങ്ങിച്ചിട്ട് ട്രിപ്പ് കഴിഞ്ഞ് വിറ്റാൽ പോരെ? അല്ല, രണ്ടിനെടുത്താലും മതിയാവും അല്ലേ? രണ്ടിനെടുക്കുന്നതിന് നല്ല സ്വന്തമായിട്ട് വാങ്ങുന്നതായിരിക്കും. അപ്പോൾ US-ൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ച് ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര പാടാണ്, ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ഒന്നും അങ്ങനെ പോകാൻ പറ്റില്ല. ഇവിടെ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് യൂട്യൂബ് കാണാം. അതാണ് നമ്മുടെ ഇതെന്താ ഇങ്ങനെ, ഇതിങ്ങനെയൊക്കെയാണോ വരുന്നത് തംബ്നെയിൽ ഇതിനകത്ത്? ഇത് ഞാനിപ്പോഴാണല്ലോ ഇങ്ങനെ കാണുന്നത്. ബോസ്റ്റൺ ടു ബർമുഡ ഐലൻഡ്, ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കൊള്ളാലോ, അടിപൊളിയാണല്ലോ. നല്ല സ്പീക്കറാണല്ലോ. കേരള ഡിലൈറ്റ്സ്, കേരളം കണി കണ്ടുണരുന്ന നന്മ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് 7 മൈൽ ബ്രിഡ്ജ് എന്നും പറഞ്ഞുകൊണ്ട് 7 മൈൽ ദൂരെയുള്ള 7 മൈൽ നീളമുള്ള ഒരു ബ്രിഡ്ജ് ഇവിടെ ഉണ്ട്. ആ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. സോ നമുക്കൊന്ന് ഡ്രോൺ പറത്തിയിട്ട് ആ ബ്രിഡ്ജിൻ്റെ ഒരു വിഷ്വൽ. ഏതാ? ഓൾഡ് 7 മൈൽ ബ്രിഡ്ജ്. അപ്പോൾ ഇനി വേറെ വീണ്ടും ഉണ്ടോ? ഓ ഓക്കെ, ഇത് പഴയത്. പഴയത് ഇപ്പോൾ അവർ ക്ലോസ് ചെയ്തു. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ മേളിൽ കൂടെ ആൾക്കാർ പോയിട്ട് ട്രക്ക് ചെയ്യും. പിന്നെ ട്രക്കിംഗ് അല്ല, ഹൈക്ക് ചെയ്യും. ഹെൻറി ഫ്ലാഗ്ലർ 1800. ഓക്കെ, ഹെൻറി ഫ്ലാഗർ എന്ന് പറയുന്നത് ഫ്ലോറിഡയുടെ പിതാവ് എന്ന് പറയുന്ന ആളല്ലേ? പുള്ളി ഇവിടുത്തുകാരനായിരുന്നു. പുള്ളി ശരിക്കും ബോസ്റ്റൺകാരനാണ്. ഓക്കെ, ന്യൂയോർക്കിൽ നിന്ന്. പുള്ളി അവിടുന്ന് ഈ ഒഹായോ വന്ന് അവിടുന്ന് പിന്നെ പുള്ളി പല ബിസിനസ്സുകൾ ചെയ്തു. ഓയിൽ ബിസിനസ് വന്നു. ഒഹായോ നമ്മുടെ വിവേക് രാമസ്വാമിയുടെ സ്ഥലമാണ്. ഞാൻ പുള്ളിയായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് പോയി കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ട് പറഞ്ഞതാ. എന്നിട്ട് അങ്ങനെ പുള്ളിക്കാരന്റെ വൈഫിന് ചെറിയ അസുഖമൊക്കെ വന്നു. പുള്ളി അങ്ങനെ ചികിത്സാർത്ഥം നോർത്ത് ഫ്ലോറിഡ വന്നതാ. വന്നു കഴിഞ്ഞിട്ട് അവിടെ നോക്കിയപ്പോ അന്ന് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര മോശമായതുകൊണ്ട് പുള്ളിക്കാരൻ സ്വന്തമായിട്ട് നാരോഗേജ് ഉണ്ടാക്കി ആദ്യം. പിന്നെ പുള്ളി അങ്ങനെ ട്രാവൽ ചെയ്ത് വന്ന് ഇവിടെ എത്തി. ഇവിടുന്ന് പുള്ളി കീ വെസ്റ്റിൽ നിന്ന് മെയിൻലാൻഡുമായിട്ട് പുള്ളി ഘടിപ്പിച്ചു അന്നത്തെ കാലത്ത്. ഓക്കെ, റെയിൽ ഇതുണ്ടാക്കി. റെയിൽവേ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിതൊരു റെയിൽവേ കണ്ടില്ലല്ലോ. ഉണ്ടോ? പക്ഷെ ആ ട്രെയിൻ ഓടുന്നുണ്ടോ? ഇപ്പൊ ഇല്ല. പണ്ട് കണക്ട് ചെയ്തിരുന്നു അല്ലേ?
ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ബ്രിഡ്ജാണ് ഈ കാണുന്നത്. അതായത് പഴയ ബ്രിഡ്ജും പുതിയ ബ്രിഡ്ജും നമുക്കിവിടെ കാണാൻ സാധിക്കും. ശരിക്കും ഇവിടെ നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു ഐലൻഡ് എന്ന് പറയുന്നത് മാരത്തൺ ഐലൻഡിൽ നിന്നും തൊട്ടടുത്ത് കീ വെസ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു 7 മൈൽ നീളമുള്ള ഒരു പാലമാണ്. ആ പാലമാണ് നമുക്കിവിടെ കാണുന്നത്. പാലത്തിൻ്റെ സൈഡിലായിട്ട് നമുക്കിവിടെ പല സ്ഥലത്ത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ റീഫ് ഏരിയാസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്ന പാലം ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ്. അപ്പോൾ ഈ 7 മൈൽസ് ബ്രിഡ്ജ്, ആ ഒരു ബ്രിഡ്ജിൻ്റെ മേളിലൂടെ ആൾക്കാർ നടക്കും, പിന്നെ ബ്രിഡ്ജിൻ്റെ മേളിലൂടെ വണ്ടികളൊക്കെ പോവും. അത്തരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒറ്റപ്പെടുത്തി അവർക്കിടായിരുന്നു. പക്ഷേ അങ്ങനെ ഒറ്റപ്പെടുത്താതെ വളരെ ഭംഗിയായിട്ട് അവർ അത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഐലൻഡുകളെല്ലാം കൂടെ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ US നാഷണൽ ഹൈവേ 1ൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു 7 മൈൽ ബ്രിഡ്ജിൻ്റെ മേളിലേക്ക് കയറി. അപ്പുറത്ത് നമുക്ക് മറ്റേ പെഡസ്ട്രിയൻസിനും അതേപോലെ തന്നെ സൈക്ലിസ്റ്റുകൾക്കും മാത്രമായിട്ടുള്ള ആ ഒരു ബ്രിഡ്ജ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇങ്ങനെ 7 മൈൽ ബ്രിഡ്ജിന് മേളിലൂടെ നമ്മൾ അപ്പുറത്തേക്ക് കീ വെസ്റ്റിലേക്ക് പോവാണ്. പോകുമ്പോഴത്തേക്കിനും നമുക്ക് പഴയ ആ ഒരു സൈക്കിൾ പാലം നമുക്ക് അവിടെ കാണാം. അപ്പോൾ സൈക്കിൾ പാലത്തിൻ്റെ അവിടെ ശരിക്കും ഇതിനിടയ്ക്കൂടെ ഈ ബോട്ടുകൾക്ക് കടന്നു പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി പുതിയ പാലം പണിതപ്പോഴത്തേക്കിനും ഇവരിത് പൊക്കം കൂട്ടിയാണ് പണിതിരിക്കുന്നത്. അപ്പോൾ പഴയ പാലത്തിന് പൊക്കമില്ല. അപ്പോൾ പഴയ പാലം എന്ത് ചെയ്ത് അവർ അത്രയും ഭാഗം ആ ബോട്ടുകൾക്ക് കടന്നു പോകുന്നതിന് വേണ്ടി ആ പൊക്കം കൂടിയ ഭാഗത്ത് അവർ കട്ട് ചെയ്തിട്ട് ഒരു ബോട്ടുകൾക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു വേ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആ പാലം ഇപ്പോൾ ആക്ച്വലി ഉപയോഗത്തിലല്ല, പക്ഷെ അവരത് പൊളിച്ച് കളഞ്ഞിട്ടുമില്ല. അതൊരു ഹിസ്റ്റോറിക് പാലമായിട്ട് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതാണ് നമുക്ക് ഇതിന്റെ മേളിൽ കൂടെ പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. നമ്മള് രാവിലെ എങ്ങാണ്ട് വിട്ടതല്ലേ? 7:30, എത്ര മണിക്ക്? 8 മണിക്കോ 6 മണിക്ക് വിട്ടതല്ലേ? അല്ലേ? നിങ്ങൾ അതിപ്പോ നിങ്ങൾ ഒന്ന് വിളിച്ചപ്പോ 7 മണിയായില്ലേ? നിങ്ങൾക്ക് നേരത്തെ വിളിച്ചുകൂടായിരുന്നോ? എന്റെ കുറ്റമാണോ? നിങ്ങൾ നേരത്തെ വിളിക്കണമായിരുന്നു. ഇന്നലെ പറഞ്ഞനുസരിച്ച് 9 മണിക്ക് വിളിക്കരുത്. പിന്നെ അല്ലാതെ അങ്ങനെ ഞങ്ങൾ എപ്പോഴും ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് അങ്ങനെ നമ്മൾ കീ വെസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരെയാണ് നമുക്ക് റോഡുള്ളത്. കണ്ടല്ലേ, ഇതാണ് കീ വെസ്റ്റ്. ഇവിടെ വരെ റോഡുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ രാമസേതു ഒക്കെ കിടക്കുന്ന പോലെ ഒരു ഏരിയ ഇങ്ങനെ കിടപ്പുണ്ട്. ശരിക്കും ഇവിടെ നിന്ന് 150 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹവാനയായി. അതായത് നമ്മുടെ ക്യൂബ, കണ്ടില്ലേ, ക്യൂബയായി. ഇവിടെ നിന്ന് 150 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ക്യൂബയ്ക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന അമേരിക്കൻ തീരമാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന കീ വെസ്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഞാൻ ഈ ഗൂഗിൾ മാപ്പ് എടുത്ത് കാണിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ്. ഉണ്ടോ, അമേരിക്കയുടെ താഴെ ഫ്ലോറിഡ തന്നെ താഴെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു സാധനമായിട്ടാണ് ഫ്ലോറിഡ. പടവലങ്ങ പോലെ കിടക്കുന്ന ഒരു സാധനമാണ് ഫ്ലോറിഡ. ആ ഫ്ലോറിഡയുടെ ഏറ്റവും അവസാനത്ത് ഈ കാണുന്ന ഭാഗത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്, അമേരിക്കയുടെ അറ്റം. നമ്മളങ്ങനെ കീ വെസ്റ്റ് എത്തി. ഈ കാണുന്ന ഈ ഒരു സ്ഥലം, ഇത്രയേ ഉള്ളൂ കീ വെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നമുക്ക് ഇങ്ങനെയൊക്കെ പോവാം, ഇങ്ങനെ വരാം, അങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം. ഇവിടെ കുറേ ആൾക്കാർ താമസമുണ്ട്. പിന്നെ കുറേ റിസോർട്ടുകളും ഹോട്ടലുകളും ഹോം സ്റ്റേകളും അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് ഒരു ചെറിയ എയർപോർട്ടും ഉണ്ട് ഇവിടെ. അത് ഇന്റർനാഷണൽ എയർപോർട്ടും കൂടിയാണ്. അപ്പോൾ അത്രയും സംഭവങ്ങളുള്ള ഈ ഒരു കുഞ്ഞു സ്ഥലം ഇതാണ് കീ വെസ്റ്റ്. ഉണ്ട്, ഇത്രേ ഉള്ളൂ. ആ വണ്ടി കണ്ടില്ലേ, ആ വണ്ടിയിൽ ഒരു ചേച്ചി ആ വണ്ടി ഓടിക്കുന്നത്. ആ ചേച്ചി ആ ബോട്ട് ഒറ്റയ്ക്ക് അത് വലിച്ചോണ്ട് പോവാണ്ടില്ല. എനിക്ക് ഗൈസ് അത് കണ്ടോ, ഡാൻസിങ് ഫിംഗർ മസാജ് എന്ന്. അതെന്നെ പരിപാടി എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ കുറെ പല പേരുകൾ മസാജിന്റെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഡാൻസിങ് ഫിംഗർ മസാജ് എന്താണെന്ന് അറിയില്ല. മസാജ് ചെയ്യപ്പെടുന്ന ആളാണോ ചെയ്യുന്ന ആളാണോ ഡാൻസ് കളിക്കുന്നത് എന്നുള്ളതാ അറിയത്തില്ല. ഫിംഗർ ഡാൻസിങ് മസാജ്, അതെന്തായിരിക്കും? ഡാൻസിങ് ഫിംഗർ മസാജ് എന്തായിരിക്കും നിങ്ങൾക്ക് അറിയോ? കമന്റ് ചെയ്യും. എനിക്ക് മനസ്സിലാവുന്നില്ല. വാട്ട് ഈസ് ഡാൻസിങ് ഫിംഗർ? അങ്ങനെ കീ വെസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങാണ്. നമ്മൾ ആക്ച്വലി ഫസ്റ്റ് നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ബഗ്ഗിയോ അല്ലെങ്കിൽ ഗോൾഫ് കാർട്ട് എന്തെങ്കിലും റെൻറ്റിന് എടുത്തിട്ട് ഇരിക്കാം. ഇതുപോലത്തെ ഗോൾഫ് കാർട്ട് നമുക്ക് ഇവിടെ റെൻറ്റിന് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ബൈക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും. ബൈക്ക് അല്ല പിന്നെ ബൈസൈക്കിൾ എടുക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും ഈ വെയിലത്ത് ഇങ്ങനെ നമുക്ക് നടക്കേണ്ടി വരും. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് വിൽ ഹാവ് സം ഫുഡ്. ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേക്കിനും ഇടികൂടി തിരക്കായല്ലോ. ഇത്ര നേരം ഇവിടെ ആരും ഇല്ലായിരുന്നു. അകത്ത് കാലിയാ. എന്നാ ഉള്ളത് നമ്മൾ മെനു എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഈ ടേബിൾ ഫോർ 2. അകത്ത് ബാറുണ്ടല്ലേ. ഔട്ട് സൈഡ് ആണ് ആംബിയൻസ്. ഇച്ചിരി ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല, സംഭവം കൊള്ളാം. ഇതിന്റെ സെൽഫി ക്യാമറ മാത്രം ഞാൻ ആ ഒരു കാര്യം കൊണ്ട് മാത്രം ചിലപ്പോൾ ഞാൻ വാങ്ങിക്കുന്നു. ഇതിന്റെ ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഐഫോണിന്റെ സെൽഫി ക്യാം യൂസ് ചെയ്യാറില്ല. ഞാൻ ബാക്ക് ക്യാമറയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ സെൽഫി ക്യാം ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇതിന് ഫോട്ടോ എടുക്കാനും പൊളിയാണ്, സംഭവം പൊളിയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി.
ചിയേഴ്സ് മാൻ, ചിയേഴ്സ്. ഓക്കെ ഫൈൻ. അങ്ങനെ എൻ്റെ ഫുഡ് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ സ്പൈസി സീ ഫുഡ് കോംബോ എന്ന് പറഞ്ഞ സാധനം. ഇത് സീ ഫുഡ് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെയോ മത്സ്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാട്ട് ഈസ് ദിസ് മാൻ? ഇതെന്തായിരിക്കും? ഒരു ഐഡിയ ഇല്ലല്ലോ ഇതെന്താണ്. ഇത് പൊട്ടറ്റോ ആണോ? ഇത് സീ ഫുഡ് സ്ക്വിഡ് പോലത്തെ സാധനമാണ്. പിന്നെ അതിനകത്ത് എന്തോ ഒരു എന്തൊക്കെയോ സോസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചിംചുരി പോലത്തെ സാധനം, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് പോലത്തെ എന്തോ സാധനം, മറ്റേ കെച്ചപ്പല്ല എന്തോ സാധനമാണ്. പിന്നെ ഇത് നമ്മുടെ ഗ്രീൻ സലാഡ് വിത്ത് വെജീസ്, അല്ല ടോസ്റ്റ് അത് തന്നെ ടോസ്റ്റ് സലാഡ്, അങ്ങനെയാണ് അതിൻ്റെ പേര്. പിന്നെ ഇവിടെ ഒരു ലോഡ് സോസ് വെച്ചിട്ടുണ്ട്. ഇവിടെ എവിടെ പോയാലും ഇതേപോലെ കുറേ സോസ് ഉണ്ടാവും. ഇത് മെക്സിക്കൻ സോസാണ്, ചൊലൂല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് സ്മോക്കി ചിപ്പോട്ലെ സോസ്, പിന്നെ ടബാസ്കോയുടെ ഗ്രീൻ ചില്ലി സോസ്, പിന്നെ റിയലി ഹോട്ട് സോസ് എന്ന് പറഞ്ഞ് വേറെന്തോ സാധനം. അങ്ങനെ കുറേ ടൈപ്പ് പലതരത്തിലുള്ള സോസ് വെച്ചിട്ടുണ്ട്. അത് A1 സോസ്, പിന്നെ സ്വീറ്റ് മാംഗോ സോസ് എന്നൊക്കെ പറഞ്ഞ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോസൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി ചിക്കൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ചിക്കൻ പിന്നെ പ്രാവ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഈ കടകൾക്കകത്ത് ഉണ്ടാവും. കണ്ടല്ലേ കോഴി, നമ്മുടെ അവിടെയൊക്കെ പൂച്ചയും പട്ടിയൊക്കെ നടക്കുന്ന പോലെ ഇവിടെ എല്ലാം കോഴി ഇങ്ങനെ നടക്കും. അതായത് ഇവിടെ സർവത്ര കോഴികളാണ്. ഇവിടെ മൊത്തത്തിൽ കോഴികളാണ് കേസ്. അതായത് എവിടെ നോക്കിയാലും നമുക്ക് കോഴികളെ കാണാൻ സാധിക്കുന്നൊരു ഐലൻഡാണ്. ഈ ഒരു ഐലൻഡിൽ എവിടെ നോക്കിയാലും നമുക്ക് കോഴിയെ കാണാൻ സാധിക്കും. നമ്മൾ ബർമുഡയിൽ ബീച്ചിൽ പോയപ്പോഴത്തേക്കിനും അവിടെ നമുക്ക് കോഴീനെ കണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? യെസ്. സൺസെറ്റ് വാട്ടർ സ്പോർട്സ്, ഫ്രീ മണി സേവിങ് കൂപ്പൺസ്. എന്താണ് ഇതിനകത്ത് ഫ്രീ മണി സേവിങ് കൂപ്പൺസ് എന്നും പറഞ്ഞിട്ടിരിക്കുന്നത്? അത് ശരി, ഇത് നമ്മുടെ ക്യാഷ് സേവർ എന്നും പറഞ്ഞുകൊണ്ട് ഓരോരോ സംഭവങ്ങളാണ്, അതായത് പരസ്യങ്ങളാണ് കേസ്. ഞാൻ വിചാരിച്ചു ഇതെന്തോ ഫ്രീ മണി സേവിങ് കൂപ്പൺസ് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്. ഹായ്, You want just like a little gas one like this, or a little smaller and easier to park? ഏതോ ഇലക്ട്രിക് അല്ലേ, ഗ്യാസിന് സൗണ്ട് ഉണ്ടാവും. ഞങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടാൻ സൗണ്ട് വരും. വലിയ സൗണ്ട് ഉണ്ടാവും. അത്യാവശ്യം. അങ്ങനെ നമ്മൾ ഒരു ഗോൾഫ് കാർട്ട് റെൻറ്റിനെടുത്തു. ഈ ഗോൾഫ് കാർട്ടിൽ നമുക്ക് പോവാം. ഇത് പുത്തൻ വണ്ടിയാണല്ലോ, അടിപൊളി. വേറെ വലിയ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പുതിയ വണ്ടി. പക്ഷേ ഇതിന് നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, ഫ്ലോറിഡ. കാരണം റോഡിൽ ഓടേണ്ട വണ്ടിയല്ലേ, സോ ഇറ്റ്സ് ഹാവിങ് ഓൾ ദ നമ്പർ പ്ലേറ്റ്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ ഇങ്ങനെ റെന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ ബൈക്സ് ഉണ്ട്. ഈ ബൈക്സ് ഒക്കെ വേണമെങ്കിൽ അതിലും നമുക്ക് എടുത്തുകൊണ്ട് പോകാം. സോ വി ഹാവ് ഗോട്ട് അവർ ഗോൾഫ് കാർട്ട്. സീറ്റ് ബെൽറ്റ് ഒക്കെ ഉണ്ട് അതല്ലേ, ആദ്യമായിട്ടാണ് ഒരു ഗോൾഫ് കാർട്ടിൽ സീറ്റ് ബെൽറ്റ് ഒക്കെ കാണുന്നത്. സോ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഞങ്ങൾ എങ്ങോട്ടാ, എവിടെയെങ്കിലും പോകാം. സ്കൂട്ടർ എടുക്കുന്നതിനേക്കാളും നല്ല ഇതല്ലേ സ്കൂട്ടർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സ്കൂട്ടർ എടുക്കേണ്ടി വരും. ശരിക്കും നമ്മൾ ബൈക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചതൊക്കെ ദഹിപ്പിച്ച് കളയായിരുന്നു. മറ്റേ ബൈസൈക്കിൾ. സ്കൂട്ടർ എടുത്തു കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് കരിഞ്ഞു പോകേണ്ടി വരും. ഇത് വെയിൽ കൊണ്ട് കരിയാതെ ഇങ്ങനെ പോകാം. അതാണ് എൻ്റെ ഒരു ഗുണം. അതാതെ കിടക്കുന്നത് ഒരു ക്രൂസ് ഷിപ്പ്. ഞാനിത് കണ്ടില്ലായിരുന്നു കേട്ടോ. നമ്മളിവിടെ അല്ലേ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോയത്. നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഒരു ക്രൂസ് ഷിപ്പ്. ഗൈസ്, നമ്മുടെ അമേരിക്ക എന്ന് പറയുന്നത് ക്രൂസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന് വേണേൽ പറയാവുന്നൊരു സ്ഥലമാണ്. അതായത് ഏറ്റവും കൂടുതൽ ക്രൂസ് ഷിപ്പുകളുള്ള ഒരു നാടാണ് അമേരിക്ക എന്ന് പറയുന്നത്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂസ് ഷിപ്പുകളുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാർണിവൽ ഡ്രീം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പടുകൂറ്റൻ കപ്പൽ നമുക്കിവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഈ കപ്പൽ എന്ന് പറയുന്നത് ഇത് എവിടെ നിന്നൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങും, അവർ കാഴ്ചകളൊക്കെ കാണും, പിന്നെ ഇത് അടുത്ത സ്ഥലത്തേക്ക് പോകും. നമ്മൾ ബർമുഡയിലൊക്കെ പോയപ്പോഴത്തേക്കിനും കണ്ട പോലെ തന്നെ അത്തരത്തിലുള്ള ഒരു യമണ്ടൻ കപ്പൽ. ഈ കപ്പലുകൾ കൂടുതലും എങ്ങനെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഐലൻഡ് ബേസ്ഡ് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ഐലൻഡ്സിൽ പോയി കഴിഞ്ഞാൽ രാത്രിയിൽ കപ്പലോടും, രാവിലെ ഐലൻഡിൽ കൊണ്ടുപോയി ഇറക്കി വിടും ആൾക്കാർ അവിടെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വൈകിട്ട് തിരിച്ച് വന്ന് കപ്പലിൽ കയറി കിടന്നുറങ്ങി അടുത്ത സ്ഥലത്ത് പോകും. അങ്ങനെ ആ ഒരു സൈറ്റ് സീയിങ് പരിപാടിയാണ് ബേസിക്കലി ഈ ക്രൂസ് ഷിപ്പുകളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അതിൽ ഈ കപ്പലുകളിൽ 5-6 മാസം വരെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം പുറത്ത് ജീവിക്കുന്നതിൽ ചീപ്പാണ് കപ്പലിൽ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് റിട്ടയർഡായിട്ട് ജീവിക്കുന്ന ദമ്പതിമാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഫാമിലി ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ. സോ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കപ്പിൾസ് വി ക്യാൻ സീ. വണ്ടി ഇതാണെന്നുണ്ടെങ്കിലും നമ്മൾ റോഡിൽ ഓടിക്കുന്ന 4 വീലായിട്ടുള്ള കാറിൻ്റെ എല്ലാവിധ നിയമങ്ങളും ഇതിന് പാലിക്കണം. പാർക്കിങ്ങിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പാർക്കിംഗ് ഫീ അടയ്ക്കണം. അങ്ങനെ എല്ലാ സംഭവങ്ങളും ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു ഗോൾഫ് കാർട്ടിനുണ്ട്. ആകെ നമുക്കിത് റോഡിലൂടെ ഓടിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊരു മ്യൂസിയമാണ് ഈ കാണുന്നത്, മ്യൂസിയം ഓഫ് ആർട്ട് ആൻഡ് ഹിസ്റ്ററി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കീ വെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മ്യൂസിയം ബിൽഡിംഗ് ആണിത്.
ഇവിടെ ഡുവാൽ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇങ്ങനത്തെ കുറച്ച് സുവനീറുകളും അൽക്കുലത്ത് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. നമുക്ക് ഇത് കൊള്ളാം അല്ലേ, നൈസാണുള്ളത്, അടിപൊളി. ഇങ്ങനത്തെ കുറച്ച് ഇതൊക്കെ നല്ല ഫിറ്റാണെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അങ്ങനത്തെ കുറേ നല്ല ടാങ്ക് ടോപ്പുകളും പിന്നെ എന്തൊക്കെയാണോ വാങ്ങിക്കാൻ പറ്റുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. സുവനീർ അങ്ങനത്തെ ഷോപ്പിംഗ് സംഭവങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഒരു ക്യാനബി സ്റ്റോറുണ്ടേ. ഇത് കണ്ടോ, ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ക്യാനബിയൊക്കെ വയ്ക്കുന്നൊരു സ്റ്റോറാണേ. ഇതിൻ്റെ മുമ്പിൽ ഇവിടെ സ്മോളസ്റ്റ് ബാർ എന്നും പറഞ്ഞുകൊണ്ടൊരു സാധനം കാണാം. ഇതാണോ സ്മോളസ്റ്റ് ബാർ? ഗേൾസ് ആ ഡ്രിങ്കിങ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്മോളസ്റ്റ് ബാർ എന്നും പറഞ്ഞൊരു സാധനം കാണാം. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. സോ ഐ ഡിഡ്ന്റ് ഫൈൻഡ് ദിസ് ഇൻട്രസ്റ്റിംഗ്. അവിടെ ഒരു ബാർ ടെൻഡർ അകത്ത് നിൽപ്പുണ്ട്. കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങിച്ചു തരും. തൊട്ടപ്പുറത്ത് ക്യാനബീസ് വേണമെങ്കിൽ അതുമുണ്ട്. ഇതാണോ സ്മോളസ്റ്റ് ബാർ? ഒരു സ്ഥലം എല്ലാം സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നുണ്ട്. വരുന്ന ടൂറിസ്റ്റുകളെല്ലാം വന്ന് ഇവിടെ ഒട്ടിച്ചിട്ട് പോകുന്നത്. ഇത് ആണോ? ഞാനും സ്റ്റിക്കർ കൊണ്ടുവരണ്ടായിരുന്നു. ഞാൻ സാധാരണ സ്റ്റിക്കറൊക്കെ കൊണ്ടുവരുന്നത്, പക്ഷേ ഇത്തവണ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ ഫുള്ള് ബാറാണ് കഴിച്ചത്. എവിടെ നോക്കിയാലും മൊത്തത്തിൽ എല്ലായിടത്തും ബാറ്, പിന്നെ സലൂൺ, കാനബി സ്റ്റോഴ്സും അതും ഇതൊക്കെയാണ് മൊത്തത്തിൽ എല്ലായിടത്തും. ബാറ് റെസ്റ്റോറൻറ്റ്, സുവനീർ ഷോപ്പുകൾ. ഇത് തന്നെയാണ് നമ്മൾ ഏത് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോയാലും കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്. ഇവിടെ വേറൊരു ബാറുണ്ടേ, വില്ലി ടീസ്ന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ബാറാണ്. ഈ ബാറിന് പ്രത്യേകമാണ്, അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് അതൊരു ഫാർമസി, പിന്നെ എനിക്കൊന്ന് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് കാണുന്നത് അത് ഫാർമസിയാണ് കാണുന്നത്. വോൾഗ്രീൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ ഒരു ഫാർമസിയാണ് കാണുന്നത്. സോ ഞാൻ ആ ബാറിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഐ വിൽ ഷോ യു ഗൈസ്. ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം ഇവിടെ ഡോളർ ബില്ല് ഒട്ടിച്ച് വയ്ക്കും. കയറി വരുമ്പോൾ തന്നെ നമ്മുടെ 20 രൂപ ഉണ്ടല്ലോ ഇവിടെ, നോട്ട് ഒട്ടിച്ച് വെക്കുന്ന പരിപാടിയാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ 20 രൂപ ഏതോ ഒരു ഇന്ത്യക്കാരൻ ഇവിടെ ഫ്രണ്ടിൽ തന്നെ കയറി വരുമ്പോൾ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഡോളറിൽ ഷീനീമി എന്താന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടോ, അതൊക്കെ അതിങ്ങനെ മൊത്തത്തിൽ എവിടെ നോക്കിയാലും കാണാൻ പറ്റും. ഈ ബാറിൻ്റെ അവിടെ ഇവിടെ ചുമരിലും മൊത്തത്തിൽ മുകളിലും താഴെയും എല്ലായിടത്തും. നൈസാണേ, അത് കൊള്ളാമല്ലേ? കൊള്ളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ പണം വെച്ചിട്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നതിനാണ് ഞാൻ. പക്ഷെ എന്നാലും 1, 2, 5 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും, ഉപയോഗപ്രദമാക്കിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഡോളറിൻ്റെ ഇവർക്കൊരു വിലയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ, $1, $5, $10 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ടൈപ്പ് മൊത്തത്തിൽ എവിടെ നോക്കിയാലും ഡോളറാണ് ഗൈസ്. പക്ഷേ ഇത്രയും ഡോളറുള്ള ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു ബാറോ അല്ലെ ഒരു കട ഞാൻ കണ്ടിട്ടില്ല. തൂണയിലും തുരുമ്പേലും എല്ലായിടത്തും ഇത് തന്നെയാണ് ഗൈസ്. ഇതിൻ്റെ മേളിലും താഴെയും എൻ്റെ അമ്പോ ഡോളറിൻ്റെ മാല വരെ ഒട്ടിച്ച് വെച്ചേക്കുന്നതിക്ക് എല്ലായിടത്തും ഡോളർ. ഇതിൻ്റെ അകത്തും പുറത്തും എല്ലായിടത്തും ഡോളർ. അതായത് മണ്ണിലും മിന്നിലും തൂണിലും തുരുമ്പിലും ഡോളർ ഇരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതാണ് അവസ്ഥ. മണ്ണിലും മിന്നിലും തൂണിലും തുരുമ്പിലും ഡോളർ ഇരിക്കുന്നു, എല്ലായിടത്തും ഡോളർ ഇരിക്കുന്നു ഗൈസ്. ഇവിടെ എല്ലാം മേളൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്തോ ഒരു ഡോളറല്ലേ, അത് കൊള്ളാം. അത് ഭയങ്കര വെറൈറ്റിയാണ് സംഭവം. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് അമേരിക്കയുടെ സതേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് USA എന്ന് പറയുന്ന കോണ്ടിനെൻ്റലിലെ സതേൺ മോസ്റ്റ് പോയിൻ്റാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട് 90 മൈൽസ് ടു ക്യൂബ എന്നും പറഞ്ഞുകൊണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതായത് ഇവിടെ നിന്ന് ക്യൂബയിലേക്ക് ശരിക്കും കടൽ മാർഗം പോയി കഴിഞ്ഞാൽ 90 മൈൽസ്, അതായത് 150 കിലോമീറ്ററേ ഉള്ളൂ. ക്യൂബയിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാർ അനധികൃതമായിട്ട് അമേരിക്കയിലേക്കൊക്കെ വരുന്ന ഒരു പ്രദേശ ഇടനാഴിയൊക്കെയാണ് ഇതെന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. സോ അങ്ങനത്തെ ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ ഇവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട്, വേണമെങ്കിൽ അമേരിക്കാസ് ഫസ്റ്റ് റിസോർട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നെ പറയാം. സോ അങ്ങനത്തെ ഒരു സ്ഥലം, അതാണ് സംഭവം. അങ്ങനെ ടെക് ട്രാവൽ സുജിത് ഭക്തൻ എത്തിയിരിക്കുന്നത് എവിടെയാണ്? അമേരിക്കയുടെ ഇങ്ങറ്റത്ത്, അമേരിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ, അതായത് അമേരിക്കൻ കോണ്ടിനെൻ്റ് പറയാൻ പറ്റില്ല, അമേരിക്കയുടെ ഇങ്ങേ അറ്റത്തുള്ള ആ പോയിന്റിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതാണ് അമേരിക്ക സതേൺ മോസ്റ്റ് ഗസ്റ്റ് ഹൗസ്. പിന്നെ ഇവിടെ ഉള്ള എല്ലാ അമേരിക്കയുടെ സതേൺ മോസ്റ്റ് സംഭവങ്ങളാണ്. അമേരിക്കയുടെ ആ സതേൺ മോസ്റ്റ് റിസോർട്ട്, അമേരിക്കയുടെ സതേൺ മോസ്റ്റ് പോസ്റ്റ് ഓഫീസ്, അങ്ങനെയുള്ള എല്ലാം സതേൺ മോസ്റ്റ് സംഭവങ്ങളായിരിക്കും. അങ്ങനെ 2 ആഴ്ച മുമ്പ് വരെ എൻ്റെ ഇവിടെ ആയിരുന്നു. അവിടെ ഒരു സാധനം മൂടി വെച്ച് എൻ്റെ അടിയിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്, പഴയത് കണ്ടോ നോക്കി. അത് ശരി, അങ്ങോട്ട് മാറ്റിയതാ. അവർ സതേൺ മോസ്റ്റ് പോയിന്റ് എടുത്ത് മാറ്റി കാണും. അത് അവിടെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, സതേൺ മോസ്റ്റ് പോയിന്റ് വേറെ സ്ഥലത്താണെന്ന് പറഞ്ഞോണ്ട്. അത് കണ്ടോ, നമ്മൾ തടി കൊണ്ടുണ്ടാക്കിയ വുഡൻ സ്റ്റൈൽ വീടുകളാണ്, അതായത് വുഡൻ ടൈപ്പ് വീടുകളാണ് ഇതെല്ലാം. നമുക്ക് വേണമെങ്കിൽ ഒരു ഷാലറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ടൈപ്പ് അത്തരത്തിലുള്ള സെറ്റപ്പുകളാണ് ഈ കാണുന്നത്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ റൈറ്റ്? നല്ല കിടിലൻ ഒരു ഏരിയ ആണ് കേട്ടോ. അതായത് നമ്മളിപ്പം ഒരു ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ബർമുഡ പോയ പോലെ തന്നെയുള്ള മറ്റൊരു ഐലൻഡാണ് ബേസിക്കലി ഇത്.
പക്ഷെ നമ്മൾ അവിടെ കണ്ട പോലെ അല്ല, ഇത് കംപ്ലീറ്റ് ഫ്ലാറ്റ് ലാൻഡ് ആണ്. ഫ്ലാറ്റ് ലാൻഡിൽ നമുക്ക് ഇത്തരത്തിൽ കാണാം. അതാണ് ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അമേരിക്കക്കാർ തന്നെ ആണ് കൂടുതൽ ഇങ്ങോട്ടേക്ക് വരുന്നത്. മയാമിയിലൊക്കെ വരുന്ന ആൾക്കാർ, നിങ്ങൾക്ക് മയാമിയിൽ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 3 hours 4 hours ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കീ വെസ്റ്റിലേക്ക് എത്താം. കീ വെസ്റ്റ് തന്നെ വന്ന് താമസിക്കണം നിർബന്ധമില്ല. കീ വെസ്റ്റ് വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വേണമെങ്കിൽ ഇവിടെ വേണം താമസിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലം കണ്ടോ, ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഇവരുടെ നാഷണൽ ഹൈവേ 1 എന്ന് പറയുന്ന ആ ഒരു 1 സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. നാഷണൽ ഹൈവേ 1 നമ്മളിപ്പോൾ ഉള്ള ആ സൗത്ത് ഭാഗത്തെ ആ ഒരു സ്ഥലത്തു നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു മൈൽ എൻഡ് 0 മൈൽ എന്നും പറഞ്ഞിട്ടൊരു കടയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു 0 മൈൽ എന്ന് പറഞ്ഞൊരു മയിൽക്കുറ്റി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു സ്ഥലത്ത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ നാഷണൽ ഹൈവേ 1 ആരംഭിക്കുന്നത്. US-ൻ്റെ ഇഗ്വാന കണ്ടോ, ഇഗ്വാന നോക്കി 3-4 ഉണ്ടോ അവിടെ നോക്കി. ഓ എൻ്റെ പൊന്നു, അതിൻ്റെ വലിപ്പം നോക്കടെ, എന്തോ വലിപ്പം ഓടയത്. പക്ഷെ എൻ്റെ അമ്മോ, അതിൻ്റെ വലിപ്പം നോക്ക്. ഒന്നിത് 2, പിന്നെ ഇത് ഇവിടെ 3. ഇത് ഫാമിലി കേട്ടോ, ഫാമിലിയാണേ. അപ്പൂപ്പനും ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും ഉണ്ട്. ഇത് അങ്ങേരെ അതിനടുത്തോട്ട് പോകുന്നു. ഇതൊക്കെ പേടിയൊന്നുമില്ലേ? ഇതൊന്നും ചെയ്യില്ല അല്ലേ? ഷോ ഞാൻ ഒരു ദിവസം 16-17 എണ്ണത്തിനൊക്കെ വെടിവെച്ച് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇതിനെ തല്ലിക്കൊല്ലാൻ പറ്റത്തില്ല, വിഷം കൊടുക്കാൻ പറ്റത്തില്ല. ഇതിനെ കൊല്ലാൻ പറ്റുന്ന ഒരേ ഒരു രീതി വെടിവെച്ച് മാത്രമേ കൊല്ലാൻ പറ്റൂ. ഇതിനെ കൊല്ലിക്കരുത് എന്നുള്ളത്, വെടിവെച്ച് മാത്രം കൊല്ലാനേ നമുക്ക് പെർമിഷൻ ഉള്ളൂ. ഓ അങ്ങനെയൊക്കെ പറ്റും. ശരി. ഇവൻ വന്നിട്ട് നമുക്ക് പിറ്റത്തൊരു സാധനം കുഴിച്ചു വെക്കാത്ത ഉണ്ടാകത്തില്ല. എല്ലാം ശരിക്കും നമ്മുടെ ഉടുമ്പെന്ന് പറയുന്ന ഇത് തന്നെയാണോ? അല്ല, വ്യത്യാസമുണ്ട് അല്ലേ? ഇത് ശരിക്കും ക്യൂബെന്നൊക്കെ വന്നത് ഈ സാധനം. കപ്പലിന്റെ സൈഡിലൊക്കെ അള്ളി പിടിച്ചിരുന്നിട്ട് ഇത് ഇവിടുത്തെ നേറ്റീവ് സാധനമല്ല, ഇത് ഇൻവേസീവ് സാധനമാണിത്. നിങ്ങളെ തൊട്ടനും പിടിച്ചതിനും എല്ലാത്തിനും ക്യൂബനെ പറഞ്ഞോണ്ടിരുന്നു. അല്ലെന്ന് അങ്ങനെ വന്നേ, കപ്പലിലൊക്കെ കയറി വന്നതാണ്. അപ്പൊ അത് കാരണം അല്ല, അതുകൊണ്ടാണ് ഇതിനെ കൊല്ലാൻ സമ്മതിക്കുന്നത്. മനസ്സിലായോ? ഇവിടുത്തെ നേറ്റീവ് ആണ് നമുക്ക് കൊല്ലാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ഇത് ഇവിടുത്തെ വെജിറ്റേഷൻ എല്ലാം തിന്നു കളയുകയും നമ്മള് ഈ പച്ചക്കറിയൊക്കെ നട്ടു കഴിഞ്ഞാൽ എല്ലാം വന്ന് അടിച്ച് കളയും. നമ്മൾ വെടിവെച്ചു. ഗോട്ടിമാലക്കാര് അല്ലെങ്കിൽ അങ്ങനെയുള്ളവര് അവര് ഇതിനെ ചിക്കൻ ഓൺ ട്രീ എന്നാ ഇതിനെ വിളിക്കുന്നത്. ഭയങ്കര രുചിയാണ് ഇതിന്റെ ഇറച്ചിക്കെന്ന് പറയുന്നത്. ഇവിടുത്തെ ആൾക്കാർ കഴിക്കത്തില്ല. അല്ല, ഇവിടെ ഉള്ളവർ കഴിക്കത്തില്ല. നമ്മുടെ പുല്ല് വെട്ടാൻ വരുന്നവർക്ക് ഇതിനെ പിടിച്ചോണ്ട് പോകും വീട്ടിൽ നിന്ന്. നമ്മളിപ്പോൾ ഉള്ള ഏരിയ എന്ന് പറയുന്നത് ശരിക്കും ഇവിടുത്തെ ഒരു സെൻസിറ്റീവ് ഏരിയ ആണ്. ഇവിടെ എയർപോർട്ട് ഉണ്ട്, പിന്നെ ഇവിടെ നേവി അങ്ങനെയുള്ള പല ആളുകളുടെ സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ഡ്രോൺ ഒന്നും പറത്താൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഐ ക്യാൻ ഷോ യു സം പ്ലേസസ് ഹിയർ. കണ്ടില്ല, ഇവിടെ എല്ലാ കോഴിയും ഉണ്ട്. അതൊക്കെയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ നമുക്ക് കോഴി ആരെങ്കിലുമൊക്കെ വളർത്തുന്നതല്ലേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തെരുവ് പട്ടികളൊക്കെ നടക്കുന്ന പോലെയാണ് ഇവിടുത്തെ കോഴികൾ. ഇവിടെ കുറേ കോഴികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനൊന്നും ആരും പിടിച്ചുകൊണ്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇതിങ്ങനെ അമ്മയും മക്കളും ഒക്കെ ആയിട്ട് കോഴികളൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ ഇവിടെ ഇങ്ങനെ നടക്കുന്നത് കാണാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് നമ്മുടെ നേരത്തെ നമ്മൾ കണ്ട കപ്പലിൻ്റെ ആ ഒരു പിന്നമ്പറ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. കണ്ടല്ലേ, ആ കാർണിവൽ ഡ്രീം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു കപ്പലാണ്. ഈ കപ്പൽ കണ്ടിട്ട് ഇതിൽ നിന്നും ആൾക്കാർ ഇറങ്ങിപ്പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടിട്ട് കുറച്ച് ദിവസം ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതോ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു കപ്പൽ ഇവിടെ കിടപ്പുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ അത് ഈ പാർക്കിൽ ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുകയാണത്. കോഴി എടാ, അമേരിക്കയിലെ കോഴിയും ബബ്ബാന്ന് വിളിച്ചാൽ വരും. കോഴി കണ്ടോ, അമേരിക്കയിലെ കോഴി ബബ്ബ വിളിച്ചാൽ വരും. അതാണ് കോഴിക്ക് ഭാഷ ഒന്നേ ഉള്ളൂ, മനസ്സിലായില്ലേ? അതാണ് കോഴിക്ക് എവിടെ പോയാലും ബബ്ബ എന്ന് പറയുന്ന കോഴിയുടെ ഭാഷയാണ്. ഞാൻ ഇവിടുത്തെ ഒരു സദേൺ മോസ്റ്റ് ഭാഗത്തെ ഒരു ബീച്ച് സൈഡിലേക്ക് വന്നു. ശരിക്കും ഈ സ്ഥലങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ക്യൂബയോട്, ഞാൻ പറഞ്ഞില്ലേ, ക്യൂബയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പണ്ട് ഈ ക്യൂബയിൽ പ്രശ്നങ്ങളൊക്കെ നടന്ന സമയത്ത് ക്യൂബയിൽ നിന്ന് ധാരാളം ആളുകൾ ബോട്ടിലും ചെറു വള്ളത്തിലും നീന്തിയും ഒക്കെ ആയിട്ട് ഇവിടെ ഫ്ലോറിഡയിലേക്ക് എത്തിപ്പെട്ടത് ശരിക്കും ഇവിടുത്തെ ഈ ബീച്ചുകളിലൂടെയാണ് അവർ വന്ന് കയറിയത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു വൈറ്റ് സാൻഡ് ബീച്ചാണ്. ഷാലോ വാട്ടർ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബീച്ച്. നോക്കി ബീച്ചൊക്കെ എന്ത് നീറ്റാന്ന് നോക്കി, എന്ത് ക്ലീനാന്ന് നോക്കി, അടിപൊളിയല്ലേ? ആൾക്കാരൊക്കെ അവിടെ ബീച്ചിൽ തെങ്ങിൻ്റെ ചോട്ടിലും അല്ലാതെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു വോളിബോൾ കളിക്കുന്ന സ്ഥലമുണ്ട്, നല്ല കാറ്റുണ്ട്. നൈസല്ലേ? ഈ അമേരിക്ക ഭയങ്കര സംഭവം കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആക്ച്വലി ഇങ്ങനെയൊന്നും അല്ല അമേരിക്കയെ പറ്റി വിചാരിച്ചിരുന്നത്. പക്ഷേ അമേരിക്ക ഇസ് റിയലി ഗുഡ്. സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്ന ആൾക്കാർ തിരിച്ച് നാട്ടിൽ പോകാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായി. യൂറോപ്പും UK ഒന്നും പോലെ ഒന്നും അല്ല. ഓസ്ട്രേലിയ പിന്നെ കുഴപ്പമില്ല. യൂറോപ്പ് UK-നെക്കാട്ടിയൊക്കെ ഫാർ ബെറ്ററാണ് ഓസ്ട്രേലിയ, ഈവൻ ന്യൂസിലാൻഡ്. അമേരിക്ക വേറെ ലെവല, ഇവിടുത്തെ ആൾക്കാരും വേറെ ലെവല.
ഭയങ്കരമാണ്. ഡ്രൈവർ ചേഞ്ച്. നമ്മളിനി പോകാൻ പോകുന്ന കരീബിയൻ, വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണോ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയുന്നില്ല. ഞാൻ കരിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലെത്തുമ്പോഴത്തേക്ക് ഞാൻ ഫുള്ള് ടാൻ അടിച്ചിട്ടായിരിക്കും വരാൻ പോകുന്നത്. സൺസ്ക്രീൻ ഒരു തൊപ്പിയും അത്യാവശ്യമാണ്. അത് അത്യാവശ്യമാണ്. സൺസ്ക്രീനൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഞാൻ കരീബിയൻ ടൂറെല്ലാം കഴിഞ്ഞ് തിരിച്ച് മയാമി വരുമല്ലോ. അന്നേരം നമുക്ക് കാണണം. അന്നേരം ഞാൻ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടാൻ അടിച്ച് കുറച്ച് ഡാർക്ക് ആവാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടാൻ അടിക്കുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു സെമിത്തേരിയിലേക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ സെമിത്തേരിയിൽ ഇതിന് മാത്രമുള്ള കാണാൻ. കീ വെസ്റ്റ് സെമിത്തേരി എന്ന് പറയുന്ന ഇവിടുത്തെ ഈ ദ്വീപിലെ ഒരു സെമിത്തേരി എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സെമിത്തേരിയാണ്. ഏകദേശം 75,000-ലധികം ഇവിടുത്തെ സിറ്റിസൺസിനെയും അതേപോലെ തന്നെ ആഫ്രിക്കൻസിനെയും ക്യൂബൻസിനെയും ആഫ്രിക്കൻ അമേരിക്കൻസിനെയും അങ്ങനെ പല പല നാട്ടുകാരെ അടക്കിയ ഈ സെമിത്തേരിയുടെ പ്രത്യേകത നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എന്താണെന്ന് മനസ്സിലായി കാണുമ്പോൾ തന്നെ. അതായത് ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കുഴിച്ചല്ല ഇടുന്നത്. ഇത് കുഴിച്ചല്ല ഇടുന്നത്. ഇതിങ്ങനെ ബ്ലോക്കായിട്ട് പൊക്കത്താണ് വരുന്നത്. കാരണം അത് ഇവിടുത്തെ ഭൂപ്രകൃതിയും അതുപോലെയുള്ള പല സംഭവങ്ങളുമാണ് അത്തരത്തിലുള്ള ആ ഒരു പൊക്കി വയ്ക്കുന്ന ആ ഒരു രീതിയിലേക്ക് ഈ ഒരു സംഭവം, ഈ ഒരു സെമിത്തേരി മാറാനുള്ള കാരണം. ഈ ഒരു സെമിത്തേരിയിൽ പോലും നമുക്ക് അമേരിക്കൻ ഫ്ലാഗൊക്കെ കാണാൻ സാധിക്കും. നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സെമിത്തേരിയിൽ നമുക്ക് ഇന്ത്യൻ ഫ്ലാഗ് കാണാൻ പറ്റില്ല. വി കനോട്ട് സീ ദാറ്റ്. സോ ഇവിടെ നമുക്കതൊക്കെ കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വളരെ അപൂർവമായിട്ടുള്ള ഒരു സെമിത്തേരി കാഴ്ചയാണ് നമ്മളിവിടെ കീ വെസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് കണ്ടത്. കടലുമായിട്ട് വളരെ ചേർന്ന് കിടക്കുന്നത് കൊണ്ടും വെള്ളം കയറാനുള്ള സംഭവം, വെള്ളം കയറുവാൻ. അതുകൊണ്ടാണ് ഈ കീ വെസ്റ്റിലെ ഏറ്റവും നാച്ചുറലായിട്ടുള്ള ഹൈലി എലിവേറ്റഡ് സ്ഥലമാണിത്. ഏറ്റവും പൊക്കം കൂടിയ സ്ഥലമായത് ഈ കീ വെസ്റ്റിലെ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ ഇങ്ങനെ ഇവർ സെറ്റാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ഓരോ ആൾക്കാരുടെ പലതരത്തിലുള്ള ഇപ്പോൾ റിച്ചും പൂറും ബാക്കിയുള്ള ആൾക്കാരും അശോടാതെ ഇവിടെ ഒരു കുഞ്ഞിൻ്റെ ശവക്കല്ലറ വരെ ഉണ്ടോ ഇവിടെ നോക്കി ഉണ്ടോ. ഇതൊരു കുഞ്ഞു അവയുടെ ഒരു ശവക്കല്ലറയാണ്. കുഞ്ഞിൻ്റെ ഷൂസ് പോലത്തെ സംഭവങ്ങളൊക്കെ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പായ്ക്കപ്പൽ പോകുന്നുണ്ടോ? ഈ പായ്ക്കപ്പലുകൾ പോകുന്നത് സൺസെറ്റ് ക്രൂസ് എന്നുള്ള പരിപാടിക്ക് വേണ്ടിയാണ്. അതിൻ്റെ ബാക്കിൽ വേറൊരു സാധനം ഇങ്ങനെ പോകുന്ന കണ്ടില്ല, അതൊരു ടൈപ്പ് ബോട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും സൂര്യൻ അസ്തമിക്കുമല്ലോ. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നൊരു ഏരിയയാണിത്. നമ്മുടെ കപ്പലിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് ആ ഒരു സ്ഥലങ്ങൾ കിടക്കുന്നതും. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന എല്ലാ രാജ്യത്തും നമുക്ക് ഇതുപോലെ കപ്പലുകൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. കപ്പലുകളിൽ വരുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. പക്ഷേ എനിക്ക് ആക്ച്വലി വേണമെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ഇൻഡീസ്, കരീബിയൻ ടൂർ ഇതുപോലുള്ള കപ്പലുകളിൽ ചെയ്യായിരുന്നു. അതായിരുന്നു എനിക്ക് വളരെ എക്കണോമിക്കലായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആ രാജ്യത്തിൻ്റെ എസൻസും പൾപ്പും പിന്നെ ഈ പറഞ്ഞ ഒരു ലോക്കൽ ലൈഫ് സംഭവങ്ങളൊന്നും കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഞാൻ കപ്പലിൽ കയറിപ്പോവാതെ അല്ലാതെ ഞാൻ വിമാനം കയറി ഓരോ ഐലൻഡിൽ പോയി 1, 2, 3 ദിവസമൊക്കെ താമസിച്ച് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അതൊരു പ്രശ്നമാണ്. കാരണം നമുക്ക് കപ്പലിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പരിസരം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അവിടെ നമുക്ക് ടൂറിസ്റ്റുകളെ മാത്രമേ കാണത്തുള്ളൂ. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. സോ നമുക്കത് പോരല്ലോ. ഇത് ഇവിടെയുണ്ട് ഗൈസ് കോഴി. ഇവിടെ വേറൊരു കോഴിയുണ്ട്. ഞാനിവിടെ വേറെ കോഴി. ഹായ്, ഹൗ ആർ യു? ഈ കപ്പലിൽ വരുന്ന ആൾക്കാരും നമ്മളെപ്പോലെ വരുന്ന ആൾക്കാരും അവരും എല്ലാം ഇതുപോലെ സൈക്കിളും പിന്നെ ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ വണ്ടിയൊക്കെ എടുത്തിട്ട് തലങ്ങും ഇങ്ങനെ കറങ്ങുക, അതൊക്കെയാണ് പരിപാടി. പിന്നെ വേറെന്താണ്? പിന്നെ ഇവിടെ വരിക, ബീർ അടിച്ചിരിക്കുക, ഫുഡ് കഴിക്കുക, അങ്ങനെയും പല പരിപാടികളും ഉണ്ട് ഗൈസ്. ഇവിടെ നോക്കിയാലും കോഴിയും കാണാം, കോഴിപ്പൂടം കാണാം. കോഴികളൊക്കെ ഇങ്ങനെ ഓടി ചാടി അലച്ച് വിളിച്ച് നടക്കുന്നതും കാണാം. അതാണ് കോഴികളുടെ സ്ഥലമാണ് ഗൈസ് ഇത്. കോഴി. നമ്മളിപ്പോൾ ഫ്ലെമിംഗ് സ്ട്രീറ്റിലെത്തി. നമ്മൾ നേരത്തെ വന്ന സ്ഥലമായത്. ഓക്കെ, ഇവിടെ ആയിരുന്നു അല്ലേ? ഫ്ലെമിംഗ് സ്ട്രീറ്റിലാണ് നമ്മുടെ പ്രശസ്ത അമേരിക്കൻ നോവലിസ്റ്റ് ആയിട്ടുള്ള ഏർണസ്റ്റ് ഹെമിംഗ്വേയുടെ വീട്. ഇവിടെയാണ്. ശരിക്കും അദ്ദേഹം ജനിച്ചത് ഷിക്കാഗോയിലായിരുന്നു അല്ലേ? ഇലിനോയിലായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് താമസിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് ഉള്ളത് ഇവിടെയാണ്. സോ നമുക്കതൊന്ന് കാണാം. ആക്ച്വലി ഞങ്ങളിപ്പോൾ ഏർണസ്റ്റ് ഹെമിംഗ്വേയുടെ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കിനും ഇവിടെ അടച്ചു.
5 മണിയാകുമ്പോഴത്തേക്കിനും അടയ്ക്കും. $19 കൊടുക്കണം ഇവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി കാണാനായിട്ട്. ഇതിനകത്ത് ധാരാളം പൂച്ചകളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും അതിൻ്റെ മുമ്പിൽ പോയി ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇതാണ് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ആ ഒരു വീടെന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇത് അടച്ചു. ഇതിപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ഒക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ്. ഈ സംഭവം കൊള്ളാം കേട്ടോ. ഇത് മൊത്തം നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പാക്കി വെച്ചിരിക്കുന്ന ഒരു കിടിലൻ വീടാണ്. ഈ ഒരു ഏരിയ തന്നെ മൊത്തത്തിൽ കൊള്ളാം. അയ്യോ ബ്രേക്ക് പിടിക്കോ, ബ്രേക്ക് പിടിക്കോ. ഇത് നല്ല സുഖമുണ്ടോ ഇവിടെ വണ്ടി ഇരിക്കാതിരിക്കാനായിട്ട്? സുഖമായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരുന്ന് നല്ല കിടിലൻ വണ്ടി. 4 പേർക്ക് വരെ ഒരു ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ എടുത്ത് എക്സ്പ്ലോർ ചെയ്യാം. ദാറ്റ്സ് നൈസ്. ഈ പുള്ളി ഇവിടെ സ്റ്റണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ എന്തൊക്കെ പരിപാടികളൊക്കെ കാണിക്കുമായിരുന്നു. സോ പുള്ളി എന്തൊക്കെ പുള്ളി പോകുന്നുണ്ടോ? ഫ്രണ്ട് വെയിലും പൊന്തി പിടിച്ചോണ്ടാ പോകുന്നത്. അപ്പോൾ കീ വെസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം കവറായില്ലേ? അത്യാവശ്യം നല്ല നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കവർ ചെയ്തു. കീ വെസ്റ്റ് മൊത്തത്തിൽ നമ്മൾ കണ്ടു. ഇതെന്തോ ഇത് ഞാൻ ഇടാതെ തന്നെ വൈപ്പറൊക്കെ വരുന്നുണ്ട്. ഇത് എന്നാ പരിപാടി? ഇത് ശരിക്കും ഇത് കാലെടുത്തു കഴിഞ്ഞാൽ വണ്ടി അവിടെ ബ്രേക്ക് അല്ലേ? അപ്പോ നമുക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടിയാണ്. നൈറ്റ് ആയി രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ കലാപരിപാടികളാണ്. അപ്പൊ see you guys tomorrow with another video and this is Sujit Bhaktan and Achayan signing out. Bye.